പ്രഥമ പരിഗണന വയനാട് മെഡിക്കൽ കോളേജ്, ഒന്നാം പരിഗണന കൊടുക്കേണ്ടത് വയനാട് മെഡിക്കൽ കോളേജിനും ഇടുക്കി മെഡിക്കൽ കോളേജിനും ആണ്. അതുപോലെ തന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കാസർഗോഡുകാർക്ക് മംഗലാപുരം പോയാൽ നല്ല ചികിത്സ കിട്ടും. പക്ഷേ എങ്കിൽ പോലും അവർ സംസ്ഥാനം വിട്ടെന്തിനു പോകണം? നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവർക്ക് ആ സൗകര്യം കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ 3 മെഡിക്കൽ കോളേജുകൾ, ആ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റുവട്ടത്തിലുള്ളവരാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ പോകേണ്ടി വരാറുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് ആ മെഡിക്കൽ കോളേജുകൾക്ക് വലിയ ഊന്നൽ ഈ ബജറ്റിൽ കൊടുത്ത് സർവ്വസജ്ജമാക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ ആയുഷിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ ഊന്നലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, ഈ ബജറ്റിൽ കൊടുത്തിട്ടുള്ളത്. വലിയ തുക മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുഷിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ആയുഷ് വികസനത്തിന് സഹായകമായ നടപടികൾ നമ്മുടെ ബജറ്റിൽ വന്നാൽ അത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. അതുപോലെ ഇപ്പോൾ നമുക്ക് വയോജന വകുപ്പ് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ വയോജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവരണം. നമ്മുടെ വ്യവസായ മേഖലയെ പറ്റി നോക്കുമ്പോൾ അതായത് ബജറ്റിൽ ഊന്നൽ കൊടുക്കാവുന്നത് കുടുംബശ്രീ പോലെയുള്ള ഇപ്പോൾ ബജറ്റ് ഗവൺമെൻറ് 5 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ യുവ സംരംഭകർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുടുംബശ്രീ സംരംഭങ്ങളെ മോഡലാക്കിക്കൊണ്ട് അവയേക്കാൾ ഉയർന്ന സാങ്കേതിക മികവും നിലവാരവുമുള്ള തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിന് യുവ സംരംഭകർക്ക് ഈ പറയപ്പെട്ട 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കിട്ടാനായിട്ട് ഈ കുടുംബശ്രീയിലെ മിടുക്കരായ ട്രെയിനീസ് കാണും. അവരെ വിളിച്ചു ചേർത്ത് ഒരു സ്കൂൾ പോലെ ഒരു ട്രെയിനിങ് സെൻറ്റർ വിഭാവന ചെയ്താൽ ആ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സുഭിക്ഷ എന്ന പേരാമ്പ്രയുള്ള കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസ്, അത് IIM കാലിക്കറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ തൊട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 40-41 ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അത്തരം കേന്ദ്രങ്ങളിൽ ഉള്ള ആ ടെക്നോളജി അത് ഈ മറ്റ് സംരംഭകർക്കും കൂടി കിട്ടത്തക്ക രീതിയിൽ വേണ്ട പ്രോഗ്രാംസൊക്കെ കേന്ദ്രീകരിച്ച് നടത്തി ഈ 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ കൊണ്ട് കേരളത്തെ ഒരു വ്യവസായ ഹബ്ബാക്കി മാറ്റുക. അങ്ങനെ ഒരു വ്യവസായ ഹബ്ബാക്കി മാറ്റുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോറിഡോറുകൾ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, കൊച്ചി, കാസർഗോഡ്, കൊച്ചി, ഇടുക്കി, അങ്ങനെയുള്ള വ്യവസായ കോറിഡോറുകളും കൂടി വിഭാവന ചെയ്യുകയാണെങ്കിൽ വലിയ തോതിൽ ഈ പറയപ്പെട്ട ഈ 5 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ കൊണ്ട് തന്നെ നിരവധി പ്രവാസികൾ അവരുടെ സംരംഭങ്ങൾ തുടങ്ങും. അത് ആയുർവേദം, യുനാനി, അതുപോലെ ഹോമിയോപ്പതി, ഇതൊക്കെ ചേർന്നുള്ളതാണല്ലോ ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ, അതുപോലെ മറ്റ് സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാൻ തയ്യാറായി പ്രവാസികളുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്. അങ്ങനെ തുടക്കം കുറിച്ച് നല്ലവണ്ണം പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തടയപ്പെടാൻ കഴിയുന്ന ഒരു പ്രതിഭാസമായി നമുക്ക് മുമ്പിലുണ്ടാകും. അതുപോലെ വ്യവസായ സംരംഭങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് കസവിൽ കനവ് നെയ്യാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള, അതായത് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇങ്ങനെയുള്ള വിപണികളെ പിടിച്ചു കുലുക്കുന്നതാണ് നമ്മുടെ ഈ കസവ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പം അതിൽ പുതിയ പുതിയ രീതികൾ കൊണ്ടുവന്നാൽ, ഫാഷനുകൾ കൊണ്ടുവന്നാൽ ചരിത്രം സൃഷ്ടിച്ച് കൈത്തറി മേഖലയെ വികസന ഹബ്ബാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കൈത്തറി മേഖലയിൽ ധാരാളം തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അവരൊക്കെ ആ തൊഴിലും നഷ്ടപ്പെട്ട് എന്ന ഒരുപാട് പേര് പുതിയതായിട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ വിദേശ വിപണികൾ പിടിച്ചടക്കത്തക്ക രീതിയിൽ ഈ കൈത്തറി മേഖലയെ വളർത്താൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഡിസൈനിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നടത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറേണ്ടതാണ്. ഇനി നമുക്ക് വരുമാന സമാഹരണത്തിനുള്ള മാർഗങ്ങൾ കൂടി ബജറ്റിൽ നിർദ്ദേശിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്
നികുതി, അതായത് GST പിരിച്ചെടുക്കുന്ന 50% നികുതി സംസ്ഥാന ഖജനാവിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. GST പോയിട്ടില്ല. ബാക്കിയുള്ളത് GSTയിൽ ചേക്കേറിയത്, ആ GSTയിൽ ചേക്കേറിയതിൻ്റെ പിരിച്ചെടുക്കൽ വളരെ നിസ്സംഗമായ രീതിയിലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടു പോകുന്നത്. അതായത് നികുതി വെട്ടിക്കാനുള്ള സർവ്വ രീതികളും വ്യാപാര വ്യവസായ മേഖലകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ നികുതി വെട്ടിയിൽ നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല. അപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഈ വർഷത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ട സ്വർണത്തിന് എനിക്ക് തോന്നുന്നു ഒരു 40,000 കോടി രൂപ വരെ നികുതി ഇനത്തിൽ കിട്ടേണ്ടതാണ്. 3% GST ഉള്ളൂ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്ക്. എന്നിട്ട് പോലും ഈ വർഷം എത്ര കിട്ടിയിട്ടുണ്ട്? 1000 കോടിയിൽ താഴെയായിരിക്കും കിട്ടിയിരിക്കുക. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അക്ഷയ തൃതീയ ദിനത്തിൽ തന്നെ 1200 കോടിയുടെ സ്വർണം കേരളത്തിൽ വിറ്റുപോയി എന്നാണ് പുറത്തു വന്ന കണക്കുകൾ. അപ്പോൾ 1200 കോടിയുടെ 3% GST കൃത്യമായിട്ട് ഖജനാവിൽ എത്തുകയാണെങ്കിൽ എത്ര കോടി വരുമാനം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൻ്റെ ഖജനാവിൽ എത്തേണ്ടതാണ് എന്നൊന്ന് കണക്ക് കൂട്ടി നോക്കുക. എന്നിട്ട് ഈ നികുതി വെട്ടിപ്പ്, സ്വർണത്തിൻ്റെ ഒക്കെ നികുതി വെട്ടിപ്പ് കൃത്യമായി തടയാനുള്ള മാർഗങ്ങൾ എന്ത് എന്ന് കണ്ടെത്തുക. അങ്ങനെ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചാൽ അതൊക്കെ കണ്ടെത്താവുന്നതാണ്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഒരു വർഷം മുൻപാണ് ഒരു തൃശ്ശൂരിലേക്കുള്ള ഒരു സ്വർണ്ണവേട്ട കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ്, അന്ന് ഇൻ്റലിജൻസ് മേധാവി ഏബ്രഹാം റെൻ എന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇന്ന് കേരളത്തിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം 700ഓളം കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി ഒരു സ്വർണ്ണവേട്ടയ്ക്ക് ഇറങ്ങിയത് ടൂർ പോകുകയാണെന്നും പറഞ്ഞാണ്, ഈ രഹസ്യം പുറത്താകാതിരിക്കാൻ വേണ്ടി. താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും തൊട്ട് താഴെയുള്ള 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരോട് പറഞ്ഞിരുന്നത് നമ്മൾ ടൂർ പോകുകയാണെന്നാണ്, മൊത്തം ഉദ്യോഗസ്ഥർ ചേർന്ന്. അങ്ങനെ അവർ പോയത് തൃശ്ശൂരുള്ള ഒരു ഒറ്റ ജ്വല്ലറിയിൽ നിന്ന് 104 കിലോ സ്വർണം കണ്ടെത്തിയത് ഒരു വർഷം മുൻപാണ്. ഒരു വർഷം, അതായത് കൃത്യമായിട്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അത് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റിന് വളരെ എളുപ്പം കണ്ടെത്താം. 104 കിലോ സ്വർണം, ഒരു റെക്കോർഡ്സും ഇല്ലാതിരുന്ന 104 കിലോ സ്വർണം ഒറ്റ കടയിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കള്ള സ്വർണ്ണ വ്യാപാരം, ആ സ്വർണ്ണ വ്യാപാരത്തിന്, കള്ള സ്വർണ്ണ വ്യാപാരത്തിന് വെള്ള സ്വർണ്ണ വ്യാപാരമാക്കി മാറ്റിയാൽ മതി ഖജനാവ് നിറയാൻ. ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഞാൻ ഊന്നി പറയുന്നു. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ 2.6% 2011 പോപ്പുലേഷൻ സെൻസസിലെ. ഇനി വരുമ്പോഴത്തേക്കും അത് 2.4 അത്രയും 2.4% ജനങ്ങളെ കേരളത്തിലുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ 10%-ഓ അതിലധികമോ ഉപഭോഗം നടത്തുന്നത് കേരളത്തിലാണ്. ഇനി സ്വർണത്തിൻ്റെ കാര്യമെടുത്താലോ, വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ പറയുന്നത് കേരളം ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% വാങ്ങുന്ന സംസ്ഥാനമാണ് എന്നാണ്. ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന സ്വർണം 800 ടൺ മുതൽ 1000 ടൺ വരെയാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ കേരളത്തിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ കണക്കും അതുപോലെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കേരളത്തിൽ GST വരുമാനം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആക്ഷേപകരമാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. പോരാത്തതിന് ഇവിടെ GST പോർട്ടൽ, ആ പോർട്ടലിൻ്റെ കാര്യക്ഷമത പരിശോധിക്കണം. പിന്നെ ആ പോർട്ടലിലേക്ക് ITC അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന രീതിയിൽ കള്ള ITC കയറ്റാറുണ്ട്. അത് ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ അദ്ദേഹം ഭരണത്തിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് 5 കോടിയുടെ കള്ള ITC കണ്ടുപിടിച്ചിരുന്നു. അതിനു മുൻപാണ് ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ഈ കള്ള ITC പ്രൊഹിബിറ്റ് ചെയ്യാൻ, തടയാൻ വേണ്ടി ആധാർ നമ്പറും കൂടി ITC അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ ബേസ്ഡായിട്ട് 5 കോടിയുടെ നികുതി വെട്ടിപ്പ് ആധാർ ബേസ്ഡായിട്ട് തന്നെ നടത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ്? ഇല്ലാത്ത പ്ലൈവുഡ് കമ്പനികൾ, ആ ഇല്ലാത്ത പ്ലൈവുഡ് കമ്പനികൾ അവരുടേതല്ലാത്ത ആധാർ നമ്പറുകൾ മോഷ്ടിച്ച്
ITC ഫ്രെയിം ചെയ്ത് അപ്ലോഡ് ചെയ്തു GST പോർട്ടലിൽ. അത് കണ്ടെത്തിയപ്പോഴാണ് അങ്ങനത്തെ കമ്പനികളുമില്ല. ആധാർ നമ്പറുകളുടെ ഉടമകളുണ്ട്, പക്ഷെ അവർക്കൊന്നും ഇങ്ങനെയുള്ള ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തവരാണ്. അവർക്ക് അങ്ങനെ പോലും അറിയത്തില്ല. അവർ പോലും അറിയാതെ അവരുടെ ആധാർ നമ്പർ മോഷ്ടിച്ചാണ് അന്ന് ITC ക്ലെയിം ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള 5 കോടിയുടെ കള്ളത്തരം അന്ന് തന്നെ കണ്ടുപിടിച്ചതാണ്. അതിനുശേഷം പിന്നെ ഈ പറയപ്പെട്ട കമേഴ്ഷ്യൽ ടാക്സസ് വകുപ്പ് അതുപോലെയുള്ള GST പ്രവർത്തനത്തിന് പിന്നെ പോയോ അറിഞ്ഞുകൂടാ. അതൊക്കെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ നികുതി വകുപ്പിൻ്റെ കാര്യക്ഷമത വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മളെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ നികുതി വരുമാന വർധനവ് വളരെ ആശ്ചര്യകരമായിരിക്കും. അത് തന്നെയാണ് ഡോക്ടർ ഐസക് ഈ GST വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്, കേരളത്തിന് നല്ല വരുമാനം ഉണ്ടാകുമെന്ന്. പക്ഷേ അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോൾ പോലും അത് റിയലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ ധനമന്ത്രിക്ക് അത് കഴിയണം. ആ തരത്തിൽ അദ്ദേഹം വകുപ്പുകളെ കാര്യക്ഷമപ്പെടുത്തണം. കാര്യക്ഷമതയില്ലാത്തവരെ എറിഞ്ഞ് ദൂരെ കളയണം. ആ തരത്തിലുള്ള തൻ്റെ ഇടത്തോടു കൂടി മുമ്പോട്ട് പോയാൽ ഖജനാവ് നിറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ IGSTയുടെ ആണ്. IGSTയുടെ ഒരു കോളം ഈ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. IGSTയുടെ കോളം അത് GST തുടങ്ങി 2017 മുതൽ ബ്ലാങ്കായിട്ട് കിടക്കുക. ആ കോളമല്ല, റോ IGST റവന്യൂവിൻ്റെ റോ ബ്ലാങ്കായിട്ട് കിടക്കുക. എന്തുകൊണ്ടാണ്? ഒന്നും അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് GST പോർട്ടൽ GST എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫോസിസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഫോസിസും ഒക്കെ ചേർന്ന് അതിൻ്റെ ഡേറ്റ ഫ്രെയിമിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും മോഡിഫൈ ചെയ്ത് കുറ്റമറ്റതാക്കുക. അങ്ങനെ കുറ്റമറ്റതാക്കുകയാണെങ്കിൽ നമ്മുടെ IGST നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ആ IGSTയുടെ അഭാവം, IGST പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല നമുക്ക്, കേരളത്തിൻ്റെ കഴിവുകേടാണ്. ആ കഴിവുകേട് തിരുത്തി IGST നമുക്ക് കൃത്യമായിട്ട് പണ്ടുണ്ടായിരുന്ന ആ കുടിശ്ശിക അടക്കം ഇപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ വരുമാന സ്രോതസ്സായിരിക്കും ഖജനാവിലേക്ക് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ IGSTയുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഗവൺമെൻറ് ഈ ബജറ്റ് വഴിയായിട്ട് ചെലുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ അതുപോലെ തന്നെ ഈ കിഫ്ബി വഴി കടം എടുക്കാൻ പോകുന്നതിന് പകരം കിഫ്ബിയെ എന്തായാലും അറസ്റ്റ് ചെയ്ത് കിഫ്ബിയെ തത്തയെ കൂട്ടിലാക്കുന്നത് പോലെ കൂട്ടിലടച്ചേ പറ്റൂ. അതല്ലാതെ പറക്കാൻ അനുവദിച്ചാൽ കിഫ്ബി കേരളത്തെയും കൊത്തിക്കൊണ്ടേ പോകൂ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ധരിച്ചു വയ്ക്കണം. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, അതായത് മൂലധന ചെലവിന്, ഈ പറയപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒക്കെ ചെലവിന് വേണ്ടിയിട്ട് 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തരുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. ആ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൃത്യമായിട്ടെടുത്ത് നമ്മുടെ അതായത് കിഫ്ബിയെ കൂട്ടിലടച്ചിട്ട് കിഫ്ബി ചെയ്തിരുന്ന വർക്കിൽ എത്രയൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ലോൺ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് പ്രയോജനപ്പെടുത്താമോ അത്രയും പ്രയോജനപ്പെടുത്തുക. അത് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. അതേസമയത്ത് കിഫ്ബി എടുത്തിരുന്നത് 9.73% ലോണിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ CDPQവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്. 9.73% ഇൻട്രസ്റ്റിലാണ്. അത്ര വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 0 ഇൻട്രസ്റ്റിന് വായ്പ 50 വർഷത്തേക്ക് വായ്പ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വായ്പകൾ എടുത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ഗവൺമെൻറ് ബജറ്റിൽ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ അതുപോലെ ഈ കിഫ്ബിക്ക് വിട്ടിരിക്കുന്ന തരത്തിലുള്ള പ്രോജക്ട്സിന് വേണ്ടിയിട്ട് PPP മോഡ്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി PPP മോഡിൽ, ട്രാൻസ്ഫർ മോഡിലോ ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അണ്ടർടേക്കാനായിട്ട് ശ്രമിക്കണം.